ചെയ്യണം ചെയ്തോട്ടാ. ഫ്രൈ ചെയ്ത് വെച്ചേക്കണ ചിക്കൻ ഇല്ലേ, നമുക്ക് ഇങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. നല്ല മണോ അങ്ങനെ ഇത് ഇങ്ങനെ തന്നെ തിന്നാൻ തോന്നുന്നു. എനിക്കും കണ്ടിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. ഇത് നോക്കിയേ, ഫില്ലിങ്സ് ഒക്കെ നോക്കിയേ. അല്ല ഞാനത് മറന്നുപോയി. ഇങ്ങനത്തെ ഒരു ഷവർമ വാങ്ങണമെങ്കിൽ എത്ര രൂപ കൊടുക്കണം? സാധനല്ലേ. ഹലോ, അപ്പൊ ഞാനൊരു ഹോം മെയ്ഡ് ഷവർമ ആയിട്ടാണ് വന്നേക്കുന്നത്. അതായത് നമ്മൾ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യണത്. ഒരുപാട് വീഡിയോ കണ്ടു, ഒരുപാട് ഇന്നലെ രാവിലെ ഒക്കെ നോക്കി 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 അറ്റ് ലാസ്റ്റ് നമ്മുടെ മനസ്സിനിണങ്ങിയ ഒരു ഷവർമ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് ചെയ്തിട്ട് ലുലു പോയിട്ട് സാധനങ്ങളെല്ലാം വാങ്ങിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ പെട്ടെന്ന് ക്വിക്കായിട്ട് ഉണ്ടാക്കിയെടുക്കാം ഷവർമ. എടി, ആ ഷവർമയുടെ മസാല ഇല്ലേ, അതൊന്ന് വായിച്ചു നോക്കി. അത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണത്? മാരിനേറ്റ് അല്ലാതെ കണ്ണു കാണാത്തോണ്ടല്ല. ഇതിൽ ഫുള്ള് റിംഗ് ലൈറ്റ് കാണുന്നത്. 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കിയാൽ മതിയാ. നമുക്ക് എന്തായാലും ഇത് വൃത്തിയാക്കിയ 1 കിലോ ചിക്കൻ. ഇത് വായിക്ക്, ഇങ്ങനെ വിളിച്ച് വായിക്ക്. വിട്, ചിക്കൻ കാണിച്ചു കൊടുക്ക്. ഇതൊന്നും കൂടി കട്ട് ചെയ്യണം ചെയ്തോട്ടാ. ഇത് മാരിനേറ്റ് ചെയ്ത് വെക്ക്. എന്നിട്ട് ഇത് അങ്ങനെയല്ല അവര് പറഞ്ഞത്. ഇതൊന്നും ഇങ്ങനെ തിൻ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്യണം. അങ്ങനെയാണ്. അപ്പൊ പെട്ടെന്ന് ആകൂലല്ലേ. എന്നിട്ടാണ് ഫ്രൈ ചെയ്തിട്ട് ഇങ്ങനെ മുറിച്ച് 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 എടുക്കേണ്ടത്. ഫ്രൈ ചെയ്യൂലല്ലേ, പാനിലിട്ട് എന്തെങ്കിലും ചെയ്യണോ? തുടങ്ങി. വീഡിയോ കാണാനോ? നീ കാണുന്ന വീഡിയോ വേറെ, ഞാൻ കാണുന്ന വീഡിയോ വേറെ. അതാണ് മിക്കപ്പോഴും സംഭവിക്കുന്നത്. എന്നിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് നീ വെക്കും. അരമണിക്കൂർ. പിന്നെ വെക്കണ്ടേ? നമുക്കിത് അരിഞ്ഞത് തന്നെ എടുത്ത് ഇതുപോലെ തിന്നായിട്ട് വേണ്ട അരിഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഇല്ലേ, നമ്മളിത് ഭയങ്കര ഡീപ് ഫ്രൈ എന്തായാലും ചെയ്യൂല. ഒരു പാൻ ഫ്രൈ അല്ലേ ചെയ്യുള്ളൂ. ഇത് വേവണ്ടേ? ഓരോ സൈഡും 4 മിനിറ്റ് വീതം ഇടണമെന്നാ പറഞ്ഞത്. 1/2 കിലോ ഉണ്ട്. ആ മസാല എത്ര വേണമെന്ന് നോക്ക്. നന്നായി കഴുകിയ വൃത്തിയായ 1 കിലോ ചിക്കൻ, തൊലി ഉള്ളതോ ഇല്ലാത്തതോ 4-6 കഷ്ണങ്ങളാക്കി മുറിക്കുക. ചിക്കൻ വരയുക. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെന്താണ് എന്നിവ ചിക്കനിൽ പുരട്ടി അരമണിക്കൂർ വെക്കുക. 6 ടേബിൾ സ്പൂൺ കട്ടിത്തൈര്. ഇതൊന്നും വേണ്ട, നമുക്ക് ഇതൊന്നും ആവശ്യമില്ലല്ലോ. ശരിക്കും ഇത് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണമെന്ന് അൽഫാം മസാല വേണമെങ്കിൽ ലേശം നമുക്കൊന്ന് ഇടാം അതിന്റെ പുറത്തു കൂടെ. ഇപ്പൊ ഞാൻ ഇതിട്ടിട്ട്. അല്ലാതെ നിന്റെ കയ്യിൽ വേറെ മസാല ഉണ്ടാ? മുളക് പൊടി, മഞ്ഞപ്പൊടി, പിന്നെ ജീരകപ്പൊടി ഒക്കെ ഉണ്ട്. ഇതിന്റെ അകത്ത് അതെല്ലാം ഉണ്ട്. അത് കുറച്ച് ഇടുകയും ചെയ്യാ ചെയ്തോട്ടെ. നമ്മുടെ മസാലകൾ നമ്മൾ ഇടുക. എന്താണ് ഏതാണെന്ന് ഞാൻ പറയുന്നില്ല. എന്തൊക്കെ മസാല ഇടണേന്ന് പറയാ. മഞ്ഞപ്പൊടി, മുളക് പൊടി, സാധാ മുളകാണ്, കാശ്മീരി, പിന്നെ ഇത് ജീരകപ്പൊടി. ജീരകപ്പൊടി ഇട്ട് കഴിയുമ്പോ തന്നെ നല്ലൊരു എന്താ പറയാ, ഒരു വേറൊരു ഫ്ലേവർ. ശരിക്കും തൈര് വേണമായിരുന്നു. തൈരുണ്ടോ ഇവിടെ? തൈര് ഇടാൻ പറഞ്ഞിട്ടില്ല അവര്. കുറച്ച് മല്ലിപ്പൊടി, അതിനുശേഷം കുറച്ച് ഉപ്പ്, ലെമൺ ജ്യൂസ് ഉണ്ടെങ്കിൽ അത് ഇടാം. ഇപ്പൊ പോയപ്പോ മേടിച്ചു മതിയായിരുന്നു ബട്ടർ പേപ്പർ വാങ്ങാൻ പോയപ്പോ. മാരിനേഷൻ കഴിഞ്ഞു. മറ്റേത് മസാല ഇടണോ? അത് ഇത്തിരി ഇടാം, മറന്നുപോയി. ഇത് അൽഫാം മസാല ഉണ്ട്. അൽഫാം മസാല നമുക്ക് അല്പം ഇടാം.
ജീരകത്തിന്റെ ഒരു മണമുണ്ട് ജീരകത്തിന്. ആ മതി മതി ബോറാവും. എടുത്ത് നോക്കി. നോക്കട്ടെ. എന്നിട്ട് ഞാനിതിന് ഇവിടെ റെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് വേറെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പൊ ഇതാണ് സേതല മേടിച്ചിട്ടുള്ള ലുലുന്ന് മേടിച്ചിട്ടുള്ള കുബൂസാണ്. ഒരെണ്ണം ഞാൻ എടുത്ത് കാണിച്ചത്. ലൂസായിട്ടാണ് ഇത് അവരപ്പം തന്നെ ചെയ്തിട്ടുള്ള. അതും പൊട്ടിപ്പോയെന്ന് നോക്കട്ടെ. എനിക്കൊന്ന് കാണിക്കട്ടെ. ഉഗ്രം വേണം. 40 രൂപ 50 രൂപ. നല്ല മണോട്ടോ. ഇതിങ്ങനെ കൊണ്ടുവന്നേക്കുന്നത്. ഇതിലാണ് നമ്മളെ നാട്ടിലെ എന്താ കുബൂസ് അല്ലേ. പിന്നെ നമ്മൾ ഇതിലേക്ക് വേണ്ടിയിട്ട് വാങ്ങിയേക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മയോ മേടിച്ചിട്ടുണ്ട്. വെജാണ്. വെജാണ്. പിന്നെ ടൊമാറ്റോ കെച്ചപ്പ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ചീസ് മേടിച്ചിട്ടുണ്ട്. ഇതെന്താ സാധനം? പിന്നെ പിക്കിൾഡ് കുക്കുംബർ. ഞാൻ സൈതനോട് മേടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ഇതിന് സീ കുക്കുംബർ അങ്ങനെ എന്താണോ പറയാ? കുക്കുംബർ നല്ലതല്ലേ എഴുതിയേക്കുന്നത്. അത് തന്നെ നല്ല സാധനം. പിന്നെ ക്യാരറ്റ്, തക്കാളി, കുക്കുംബർ, നമ്മൾ 2 കളർ ക്യാബേജ് വെച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് വേഗം ഇതെല്ലാം ഒന്ന് അരിഞ്ഞ് സെറ്റപ്പ് ചെയ്താലോ. ഇപ്പൊ സമയം എത്ര മണിയായിട്ടുണ്ടെന്ന് അറിയോ? 1 മണി കഴിഞ്ഞു അല്ലേ? അവിടെ ബില്ലടിക്കാൻ നിന്നിട്ട് എപ്പണ്ടാകുമ്പോ എന്ത്. പക്ഷെ എന്നാ ഈ ഈസ്റ്റർ ഒക്കെ ആയിട്ട് തിരക്കുണ്ട. തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 മണിക്ക് ബില്ലടിക്കാൻ 11 മണിക്കാണ്. അറിയില്ല. നമ്മളിത് അരിഞ്ഞു. നമുക്കിത് ഈ ക്യാബേജും കൂടെ അരിഞ്ഞു. 6 ഉണ്ടെന്നോ ഒരു ഭയങ്കര സാധനം. ഇതിന് കുബൂസ് നല്ലട്ടടി പറയണം. വേറെ എന്തെങ്കിലും ആയിരിക്കും. കുനുകുനാന്നിരിക്കും. നിന്റെ ഇഷ്ടം. ഇത് ഈ വീഡിയോ മൊത്തം കുളമാക്കണം നീയാണ്. ഞാൻ പറഞ്ഞിട്ട് കുളമാക്കണ്ട. മറ്റേ കുക്കുംബർ എടുക്കണണ്ട. ശരിക്കും എടി ഇത് എല്ലാം കൂടി ഒന്നും കൂടി കുനുകുനായിരിക്കണം. സവാള നമുക്ക് ഇതിന്റെ കൂടെ മിക്സ് ചെയ്യണ്ട. സോസ് ഇട്ടിട്ടേ ആവശ്യത്തിന് എടുക്കാം. സവാള അതിൽ ചേർത്താ പിന്നെ കേടാവും. നമുക്ക് നാളെയൊക്കെ വേണമെങ്കിൽ എന്തെങ്കിലും ഉപ്പേരി ഉണ്ടാക്കാനൊക്കെ എടുക്കാം. എന്നാ മറ്റേ പിക്കിളും ഇത് അങ്ങനെ അരിഞ്ഞു വെച്ചേക്കും. ഇടണില്ല. പിക്കിള് ലാസ്റ്റ് ആ റാപ്പിന്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ചിട്ടേ ചെയ്യണുള്ളൂ. ആ പിക്കിളും കുനുകുനാന്ന് അരിഞ്ഞു വെച്ചു. എല്ലാം എടുത്തോ കേട്ടോ. 14 അത്യാവശ്യത്തിന് ഉണ്ടായിരുന്നു. നമുക്ക് സോസ് പ്രിപ്പയർ ചെയ്യാം. കുറച്ച് മയോ കുറെ എടുത്തോ. അതുപോലത്തെ 2 എടുത്തോ. ഇത് വെജാണ്. നോ പാം ഓയിൽ. ഇത് വാങ്ങിയില്ലല്ലേ ചില്ലി. എന്താ ചില്ലി സോസ് ഇല്ലേ? ഇവിടെ ഉണ്ടല്ലോ ഹോട്ട് ചില്ലി. ക്വാളിറ്റി ഇതാണ്. ഇത് റെഡിയായി. റെഡിയായില്ലേ ചേട്ടാ? അടച്ചു വെച്ചോ. നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാം. ഫ്രൈ എന്ന് പറയാൻ പറ്റില്ല. പാൻ ഫ്രൈ പോലെ എടുക്കാം. ഇത് നമ്മൾ കണ്ട വീഡിയോയില് 4 മിനിറ്റ് ബോട്ട്സ് അപ്പുറം ഇപ്പുറം 8 മിനിറ്റ് വരും. ഒരു സൈഡ് 4 ഒരു സൈഡ് 4 അങ്ങനെയാണ് അവർ പറഞ്ഞേക്കുന്നത്. നമുക്കത് മതിയാവും നോക്കണം. എടി അതായത് നമ്മൾ ആദ്യം ഇത് ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് മാറ്റി വെച്ചിട്ട് അരിഞ്ഞിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടി ഇത് ചെയ്തെടുക്കും. അത് ചെയ്യണതിന് മുന്നേ ആദ്യം എണ്ണ വേണം അല്ലേ? എന്താടി കലിപ്പിട്ട് നോക്കണത്? ഞാൻ ചോദിച്ചതല്ലേ. എനിക്ക് ബോധമില്ല.
നല്ല മണം വരുന്നുണ്ട്. ആ പെരിഞ്ജീരകത്തിന്റെ മണമെന്ന് തോന്നുന്നു അല്ലേടി. അത് വേണം. അത് നമ്മൾ അന്ന് എന്തോ ചിക്കനാ. ഞാൻ അങ്ങനെ പെരിഞ്ജീരകത്തിന്റെ പൊടി ഒന്നിനും യൂസ് ചെയ്യാറില്ല. ഞാൻ ചിക്കൻ വെക്കും, ബീഫൊക്കെ വെക്കുമ്പോൾ ഒന്നും ഇടാറില്ല, എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ ചിക്കൻ വെച്ചപ്പോ അതില് ഞാൻ ഓർത്ത് അത് എന്തായാലും ഇടാം എന്നും പറഞ്ഞാൽ ഞാൻ മേടിച്ചു. ജീരകപ്പൊടി ഇവിടെ വാങ്ങാറില്ല. പക്ഷെ അത് ഇട്ടപ്പോഴാണ് കറക്റ്റ് അതിന്റെ ഇത് മനസ്സിലായത് നമുക്ക്. അപ്പൊ ഞാൻ ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടാ. ഒച്ചയായിട്ടും മനസ്സിലാവുന്നില്ലേ? ചെറുതായിട്ട് കരിഞ്ഞ് കിട്ടണം. കൊറേ ആയിക്കഴിഞ്ഞാലേ ഇത് ഭയങ്കര മരം പോലെ ആയിപ്പോവും. നമുക്കല്ല പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാൻ അടുത്ത ട്രിപ്പും കൂടെ കഴിഞ്ഞിട്ടാ. അപ്പൊ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. അത് തന്നെ മറച്ചും തിരിച്ചൊക്കെ ഇട്ടെന്ന് അമർത്തിയൊക്കെ കൊടുക്കണേ. അപ്പൊ നമ്മൾ ചിക്കൻ ഇവിടെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ പകുതി പണി കഴിഞ്ഞു. ഇനി നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ ഒന്നും കൂടെ സോർട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഈ വെജിറ്റബിൾസ് ഒക്കെ ഇങ്ങനെ സോർട്ട് ചെയ്തെടുക്കണ എന്താണെന്നറിയോ? അവരിങ്ങനെ ഹീറ്റിൽ വെച്ചൊന്ന് അല്ലേ, അങ്ങനല്ലേ, ഹീറ്റിൽ വെച്ചിട്ട് നമുക്കൊന്ന് വാട്ടിയ പോലെ അല്ലേ തരാറ്. അപ്പൊ അതിന്റെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിത് ചെയ്യണത്. അപ്പൊ നമുക്ക് ആ ഒരു പച്ച ഫ്ലേവറിന്റെ ഒരു ഇത് വരില്ല, ക്യാരറ്റ് ആണെങ്കിലും ക്യാബേജ് ആണെങ്കിലും. ഫ്രൈ ചെയ്ത് വെച്ചേക്കണ ചിക്കൻ ഇല്ലേ, നമുക്ക് ഇങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. നല്ല മണവും വേണ്ട. ഇത് ഇങ്ങനെ തന്നെ തിന്നാൻ തോന്നുന്നു. എനിക്കും കണ്ടിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. ഇതിനെ കട്ട് ചെയ്ത് തന്നെ വേണ്ട, നീ കട്ട് ചെയ്തു. ചൂടുണ്ടേ. ഓ ഉടുക്കത്തെ ടേസ്റ്റ്. നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ. ഇത്രയും ചെറുതാക്കിയാ മതിയാ. അത് വേറെ മോഡൽ. ഇതേ പോവല്ലേ. ഇതേ നമ്മള് വെജിറ്റബിൾസ് ഇട്ട് കൊടുത്തു. ആവശ്യമാണ് കേട്ടോ ചെയ്തിട്ട് ഇത്രയും വെജിറ്റബിൾസ് കാണാൻ പറ്റണല്ലോ. ഇനി നമുക്ക് ചിക്കൻ അല്ലേ, ചിക്കൻ പോണേണ്. ചക്കര കൂട്ടാ. ടൊമാറ്റോ ഇതിടണോ? നമ്മള് നമ്മുടെ ഒണിയൻ സോട്ട് ചെയ്തില്ല കേട്ടാ. ഒന്ന് മിക്സ് ചെയ്യാം. അത് ലേ ചെയ്യും. ഇങ്ങനെ നമ്മളിങ്ങനെ മടക്കി വെക്കൂല, അപ്പൊ ചെയ്യാം. അപ്പൊ തന്നെ വെറുതെ കഴിക്കാതാ. ഇനി നമുക്ക് സോസ് ഇടാം. മിക്സ് ചെയ്യട്ടെ. തികഞ്ഞില്ലെങ്കിൽ ഇനി ഉണ്ടാക്കും അല്ലേ ചേട്ടാ. ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തേട്ടാ. ഇതൊന്ന് കാണുന്നുണ്ടല്ലോ അല്ലേ, കറക്റ്റ് എന്ന് തന്നെ ഉണ്ടല്ലോ. ഞാൻ എങ്ങനെ ഇതൊക്കെ പഠിച്ചത് ഒക്കെ കറക്റ്റ് എടുക്കാൻ ചെയ്തേട്ടാ. എല്ലാം കറക്റ്റ്. അതാ പറയണ, നിനക്ക് ഭയങ്കര കഴിവാണ് എല്ലാം കുളമൊക്കെ വന്നേക്കണേന്ന്. നല്ല സ്പൂൺ ഉണ്ടായിട്ടാണ്. ചീസ് എടുക്ക്. ചീസ് മറന്നുപോയല്ല. ഗ്രില്ല് ചെയ്യൂല ഇനി അതിൽ വെക്കണം. ഇത്ര മതിയാ? കുറച്ചിട്ടാ മതി കേട്ടാ. അപ്പൊ അറിഞ്ഞില്ലല്ലോ, കുറച്ച് മയോയും നമുക്ക് കെച്ചപ്പും കൂടി ഒന്ന് ലൈറ്റ് ആയിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ഇരിക്കാൻ വേണ്ടിട്ടൊക്കെ ലൈറ്റ് ആയിട്ട് മതി കേട്ടാ. അങ്ങനെ വെക്കാൻ പോണത്. നല്ലോണം ഒരു കോംപ്രമൈസും പാടില്ല കേട്ടാ. ഫില്ലിങ് നല്ലോണം വെച്ചോളണം. ഇനി നമ്മുടെ പിക്കിൾഡ് ഈ നമ്മളെ കുക്കുംബർ ഇല്ലേ, അത് 1 or 2 ഒക്കെ വെച്ചു കൊടുക്കും. ഒരു ചീസ് മതിയാ? 2 ചീസ് വെക്കാം. എന്നിട്ട് ഇത്
അല്ലേ? ഇനി റോൾ ചെയ്യും. തല മാറ്റിക്ക, ചിലപ്പോ തല കാണൂല. പൊട്ടിപ്പോരുന്നുണ്ട് സൈഡ്. കുഴപ്പമില്ല. ആദ്യത്തായിട്ടുണ്ട്. സൈഡിലോട്ട് അധികം വെക്കണ്ടടി, പുറത്തോട്ട് പോകും. ഞാൻ കുറച്ച് ഇത് വെക്കുന്നുണ്ട് കേട്ടാ, മുളക്. രണ്ടൂന്നേ കാന്താരി വെക്കുന്നുണ്ട്. കാരണം അല്ലാതെ എരിവില്ല. പിക്കിൾഡ് കാന്താരി ഇരിക്കട്ടെ, അതുകൊണ്ടാണ് ഞാനിത് എന്റെയാണെന്ന് പറഞ്ഞത്. എനിക്ക് എരിവില്ലെങ്കിൽ പറ്റൂല. ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് സൈഡിലൊക്കെ. ചീസ് എടുക്കാം. നേരത്തെ ഞാൻ കട്ട് ചെയ്തോളാം. ഇവിടെ നമുക്ക് ചീസിൽ ഇത് പൊതിയാം. അപ്പൊ കറക്റ്റ്. നമുക്കിത് അടച്ചു വെക്കാം. ഇത് ഭയങ്കര ഹാൻഡിൽ വിത്ത് കെയർ ആണ് കേട്ടാ. ഈ പൂമ്പാങ്ങൊക്കെ ഇത് എങ്ങനെയാണോ മടക്കിയെടുക്കണത് കേട്ടാ. ഓ മൈ ഗോഡ്, ഇത് ഞാൻ കഴിക്കുമ്പോഴത്തേക്കും വയറ് പൊട്ടും. ഇനി ഒരെണ്ണം കൂടെ പ്രിപ്പയർ ചെയ്യണ്ടേ? കാണുന്നുണ്ടോ വീഡിയോയില്? ഇത് ലച്ചുവിന്റെ വെക്കാം. ലച്ചുവിന് വിശന്നിട്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ ഷവർമ്മ തിരിച്ചിട്ടിട്ട് ആ ഒരു കളർ വന്നം, അപ്പോഴാണത് കറക്റ്റ് ആവുള്ളൂ കേട്ടാ. ഹൈ ഫ്ലെയിമിൽ വെക്കാം. ചിലപ്പോ നീ മതിയാക്കും. ശരി ശരി. വെച്ചിട്ട് അടിപൊളിയായിട്ട് കവറായിട്ടുണ്ട്. എന്തൊക്കെ ഇരിക്കണേണ? കഴിക്കാൻ പാകത്തിന്. എന്നാ പ്ലേറ്റ് എടുത്തോ. ഇത് നോക്കിയേ, നമ്മുടെ 4 ഷവർമയും ഇവിടെ റെഡി ആയിട്ടുണ്ടത്. ഇത് ഒരെണ്ണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ വയറ് ഫുള്ളാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പൊ നമുക്കിനി ടേസ്റ്റിംഗ് ടൈമാണ് കേട്ടാ. അപ്പൊ അച്ഛൻ്റെ അമ്മനെ കട്ട് ചെയ്ത് വെക്കാണ്. കട്ട് ചെയ്യട്ടെ? ഈക്വൽ അല്ലേ? ഇതാ ഇത് നോക്കിയേ. ഇത് അച്ഛൻ്റെ അമ്മയുടെയാണ് കേട്ടോ. അമ്മ ഇവിടെ ഇല്ല, കല്യാണത്തിന് പോയേക്കണേ. അച്ഛൻ പുറത്തു പോയി. അപ്പൊ നമുക്ക് അവരുടെ കാസറോൾ ഇട്ട് വെക്കാം. അപ്പൊ നമ്മുടെ ഹോം മെയ്ഡ് ഷവർമ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇതൊന്നിലിട്ടാലോ ഇതേട്ടാ വളരെ ചെറുതായിട്ട് ഒട്ടും പറ്റണില്ല. ചൂടെടുത്ത് തലവേദന വരും എനിക്ക്. നോക്കട്ടെ. ഓ അടിപൊളി. ഞാൻ എന്തായാലും കട്ട് ചെയ്യാൻ പോണേ. ചിലപ്പോ ഞാൻ ഇത്രയും കഴിക്കൂല. ഓ എന്റെ പൊന്നെ, വാവ്. ഇരിക്കണ ഇരിപ്പ് നോക്കിയേ, ഫില്ലിങ്സ് നോക്കിയേ, കടയിൽ നിന്ന് വാങ്ങിയ പോലെ തന്നെ അല്ലേ? ഇതെങ്ങനെയുണ്ട്? ഇത് ഫ്ലോപ്പായാ? ഞാൻ കഴിക്കാൻ പോണെ ചീസി ഷവർമ. ഓ ചീസും കൂടി ഉണ്ടല്ലോ അല്ലെ, ഞാനത് മറന്നുപോയി. ഇങ്ങനത്തെ ഒരു ഷവർമ വാങ്ങണമെങ്കിൽ എത്ര രൂപ കൊടുക്കണം? സെറ്റ് സാധനം അല്ലേ? ഇത് കടയിൽ നിന്ന് മേടിച്ചാന്ന് അല്ലേ? അപ്പൊ നമ്മുടെ ഇടയ്ക്ക് നമ്മുടെ ഫോണിൽ സ്പേസ് ഇല്ലാതായിട്ട് പറഞ്ഞ കാര്യങ്ങളൊന്നും ചിലത് കിട്ടിയില്ല. അപ്പൊ ഇത് ഇത്രേ ഉള്ളൂ. നിങ്ങൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യണം. ഇതില് നമ്മളിത് ഉണ്ടാക്കുകയാണെങ്കിൽ ആ പിക്കിൾഡ് കുക്കുംബർ എന്താണെങ്കിലും വെക്കാൻ നോക്കുക. അതുപോലെ ക്യാരറ്റും അങ്ങനെ കിട്ടുകയാണെങ്കിൽ വളരെ നല്ലത്. പിന്നെ നമ്മള് വെജിറ്റബിൾ സോട്ട് ചെയ്തില്ലേ, ആ സ്റ്റെപ്പും സ്കിപ്പ് ചെയ്യാതെ ഇതുപോലെ അടിപൊളിയായിട്ട് നമുക്ക് പുറത്തെ ഷവർമ അല്ലാന്ന് ആരും പറയില്ല. ഒരു ടേസ്റ്റ് ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ. പിന്നെ നമുക്ക് വേണമെങ്കിൽ മുളക നമ്മുടെ എരിവിന് ആഡ് ചെയ്ത് എന്താണെങ്കിലും നമുക്ക് ചെയ്യാം. അപ്പൊ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം.
അടുത്തൊരു അടിപൊളിയായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് നിസ്സാരം വരായി വരാം. അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അതായത് ഇത് ഒരെണ്ണം കഴിച്ചാണ്ടല്ല വയറ് ഫില്ലാണ്. നമുക്ക് അതാണ് ഇത് വലിയ റാപ്പ് ആയതുകൊണ്ടാണ് കേട്ടോ നമ്മള് ഇത്രയും ഫില്ലിങ്സ് ഒക്കെ ആക്കിയത്. ഇപ്പൊ ചെറുത് കിട്ടുമ്പോ അത്രയും കുഴപ്പം വരില്ല. പക്ഷെ അത്യാവശ്യം കഴിക്കാല്ലോ ഇത് കേട്ടോ. അപ്പൊ എല്ലാവരും ഇത് മസ്റ്റ് ട്രൈ ചെയ്തു. ഇപ്പൊ വെക്കേഷൻ അല്ലേ, അപ്പൊ കുട്ടികൾക്ക് ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കട്ടാ. ബൈ.